ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്മരിപ്പൂവിൻ്റെ ഇന്നത്തെ പുതിയൊരു എപ്പിസോഡ് വീഡിയോയിലേക്ക് സ്വാഗതം. എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നമ്മുടെ ശ്രുതിക്ക് വിശേഷമുണ്ട് എന്നാണ് നമ്മുടെ ചന്ദ്ര പറയുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ അതിൻ്റെ വളരെ സന്തോഷത്തിൽ നിൽക്കുകയാണ് ചന്ദ്ര. പെട്ടെന്ന് തന്നെ രവി പറയുന്നുണ്ട്, നീ എന്തായാലും സന്തോഷിക്കാൻ പറ്റേ ചന്ദ്ര, എല്ലാം കൺഫേം ആക്കിയിട്ട് പോരെ എന്നൊക്കെ പറയുന്ന സമയത്ത് ഞങ്ങൾ പെണ്ണുങ്ങൾക്കറിയാം എല്ലാ കാര്യം, എന്തായാലും ശ്രുതിമോൾക്ക് വിശേഷമുണ്ടെന്ന് ഉറപ്പാണ്. രവിയേട്ടൻ അച്ചാച്ചനാവാൻ പോകുന്നു, ഞാൻ അച്ചമ്മയാവാൻ പോകുന്നു എന്നൊക്കെയാണ് ചന്ദ്ര വളരെയധികം സന്തോഷത്തോടു കൂടി പറയുന്ന സമയത്ത് സച്ചി പറയുന്നുണ്ട്, രേവതി നീ കുഞ്ഞമ്മയും ഞാൻ കൊച്ചച്ഛനാവാൻ പോവാന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളെ സച്ചിയും രേവതിയും ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ. അങ്ങനെ ഒരു കുഞ്ഞു വരുന്നതിന്റെ സന്തോഷത്തിൽ, അതായത് നമ്മുടെ ചന്ദ്രയുടെ വാക്ക് കേട്ടിട്ട് എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ്. അതിനുശേഷം രവി വീണ്ടും പറയും, നീ പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെയധികം സന്തോഷമുള്ള കാര്യങ്ങളാണ്, ഇതെന്തായാലും കൺഫേം ചെയ്യണ്ടേ മോനെ ശ്രുതി, നീ ശ്രുതിയും കൂട്ടിക്കൊണ്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് വാ എന്ന് പറയുന്ന നേരത്ത് ചന്ദ്ര ചോദിക്കുന്നുണ്ട്, മോളെ ശ്രുതി നീ ഒന്നും കഴിച്ചില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്ര തന്നെ പോയി ഭക്ഷണം എടുത്തുകൊണ്ട് വന്ന് ശ്രുതിക്ക് വാരി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കാഴ്ച കാണുന്ന സമയത്ത് രവിക്കും സച്ചിക്കും ദേവതിക്കൊക്കെ ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. അതേസമയം തന്നെ ശ്രുതി ആവട്ടെ, ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ തനിക്ക് ഭക്ഷണം കിട്ടില്ല, അവളെ കൊണ്ട് ആശുപത്രി പോകണമെന്നല്ലേ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എത്ര നേരം ഹോസ്പിറ്റലിൽ നിൽക്കണമെന്നൊന്നും അറിയില്ല, അതുകൊണ്ട് തന്നെ ഉള്ള ഭക്ഷണം വാരി വലിച്ച് തിന്നുകൊണ്ടിരിക്കുകയാണ്. കൈയായിട്ട് തിരികെ വരുന്ന സമയത്ത് ചന്ദ്രയെ ശ്രുതി ഒരു കാഴ്ച കാണുന്ന കേട്ടോ. പെട്ടെന്ന് തന്നെ ചന്ദ്ര ശ്രുതിയുടെ അടുത്ത് പറയുന്നത്, നീ തിന്നത് മതി, നീ എത്രയും വേഗം തന്നെ ശ്രുതി മോളെ കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോയിട്ട് വാ എന്ന് പറയുന്ന നേരത്തെ, അമ്മ ഹോസ്പിറ്റലിൽ നമുക്ക് പോവാം, ഈ ഭക്ഷണം ഞാൻ കഴിച്ചില്ല എന്നാണെങ്കിൽ എന്നെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകേണ്ടി വരും, ഞാനിതൊന്ന് കഴിച്ച് തീർക്കട്ടെ എന്ന് ശ്രുതി പറയുന്നുണ്ടെങ്കിൽ ചന്ദ്ര അതിന് സമ്മതിക്കുന്നില്ല. ചന്ദ്ര വേഗം തന്നെ ശ്രുതിയുടെ കൂടെ തന്നെ പറഞ്ഞു വിടാൻ കേട്ടോ. അപ്പൊ അവര് പോയിട്ട് തൊട്ടുപുറകെ തന്നെ ചന്ദ്ര പൂജാമ്പുറയിലേക്ക് ഓടി ചെല്ലുന്നതും തൊഴുന്നതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ട് വളരെയധികം സന്തോഷത്തോടെ തന്നെ പുറത്ത് നിൽക്കുകയാണ് രവിയും സച്ചിയും രേവതിയും ഒക്കെ കേട്ടോ. പൂജാമുറിയിൽ നിന്ന് ഇറങ്ങി വന്ന ഉടനെ തന്നെ ശ്രുതി വിശേഷമായതിന്റെ സന്തോഷ കാര്യങ്ങളൊക്കെ നമ്മുടെ ചന്ദ്ര പറയുന്നുണ്ടെങ്കിലും കൂട്ടത്തിൽ തന്നെ രേവതിയോടായിട്ട് പറയുന്നുണ്ട്, ഇങ്ങനെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ കുറച്ചൊക്കെ ഭാഗ്യം വേണം, നിനക്ക് ഈ ഭാഗ്യം ഇപ്പോഴൊന്നും കിട്ടുമെന്ന് തോന്നുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് ചന്ദ്ര അവിടെ നിന്ന് പോകുന്നത്. ചന്ദ്രയുടെ വാക്കുകൾ നല്ല രീതിയിൽ തന്നെ നമ്മുടെ രേവതിയെ സച്ചിയെ വേദനിപ്പിക്കുന്നുണ്ട്. ചന്ദ്ര പോയതിന് തൊട്ടുപിറകെ തന്നെ സച്ചി രവിയോടായിട്ട് പറയുന്നുണ്ട്, അച്ഛ അവർ പറഞ്ഞിട്ട് പോയത് കേട്ടില്ലേ എന്ന് ചോദിക്കുന്ന സമയത്ത്, അതൊന്നും നീ കാര്യമാക്കേണ്ട കാര്യമല്ല, അവള് പറയുന്ന പോലെ ഒന്നുമില്ലല്ലോ എല്ലാ കാര്യങ്ങളും സംഭവിക്കുന്നത്, നീ അത് വിട്ടുകള എന്നൊക്കെ സച്ചിയോടായിട്ട് പറയുന്നുണ്ട്. അതിനുശേഷം കാണിക്കാൻ നമ്മുടെ ശ്രുതി നേരെ ശ്രുതിയും കൂട്ടിക്കൊണ്ട് ചെല്ലുന്ന ബ്യൂട്ടി പാർലറിലേക്കാണ് കേട്ടോ. ശ്രുതി വേഗത്തിൽ ചോദിക്കുന്നുണ്ട്, ഇതൊന്നും നമ്മൾ ഇങ്ങോട്ടേക്ക് നമ്മളോട് ഹോസ്പിറ്റലിലേക്ക് ചെല്ലാനല്ലേ അമ്മ പറഞ്ഞത് എന്ന് പറയുന്ന സമയത്ത്, നിക്ക് ശ്രുതി എന്ന് പറഞ്ഞു ശ്രുതിനെയും കൂട്ടിക്കൊണ്ട് ശ്രുതി പാർലറിന്റെ ഉള്ളിലേക്ക് ചെല്ലുകയാണ്. അവിടെ ചെല്ലുന്ന സമയത്ത് മീരയ്ക്ക് ഭയങ്കര സന്തോഷമാണ്. മീര വന്ന ഉടനെ തന്നെ ശ്രുതിക്ക് കൈ കൊടുക്കുന്നുണ്ട്, കൺഗ്രാജുലേഷൻ പറയുന്നുണ്ട്. അതിനുശേഷം ശ്രുതിയുടെ അടുത്തുനിന്ന് ചോദിക്കുന്നുണ്ട്, ജോലിക്ക് പോയി പ്രൊമോഷൻ കിട്ടിയില്ല എന്നാണെങ്കിലും ഒരു അച്ഛനിലേക്കുള്ള പ്രൊമോഷൻ വേഗം തന്നെ സാധിച്ചെടുത്തില്ലേ ശ്രുതി എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ഇവരമ്മിന്ന് സന്തോഷത്തോട് വർത്തനം പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്ത് നമ്മുടെ ശ്രുതി വേഗം തന്നെ ശ്രുതിനെ മാറ്റി നിർത്തിയിട്ട് ചോദിക്കുന്നുണ്ട്, ശ്രുതി ഇത് കൺഫേം ആണെന്ന് നിനക്ക് ഉറപ്പാണോ എന്ന് ചോദിക്കുന്ന സമയത്ത്, അറിയില്ലല്ലോ ശ്രുതി, എന്തായാലും ഹോസ്പിറ്റലിലേക്ക് ഇത് പോയി ഡോക്ടർ പറഞ്ഞിട്ട് ആവട്ടെ, എന്നിട്ടല്ലേ നമുക്ക് ബാക്കി കാര്യങ്ങൾ ചിന്തിക്കേണ്ടതെന്ന് ചോദിക്കുന്ന സമയത്ത്, അല്ല ഇങ്ങനെ ഇപ്പോൾ ഇത് ഉണ്ടെന്നാണെങ്കിൽ തന്നെ നീ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് ശ്രുതി ചോദിക്കുന്ന സമയത്ത്, എന്ത് ചെയ്യണമെന്ന് ശ്രുതി പറയുന്നതെന്ന് നമ്മുടെ ശ്രുതി ചോദിക്കുകയാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ ശ്രുതി പറയുന്നുണ്ട്, അല്ല ശ്രുതി, നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് 1 വർഷം പോലും ആയിട്ടില്ല, ഇപ്പം തന്നെ ഒരു കുഞ്ഞിന് ആവശ്യമുണ്ടോ, പിന്നെ കുഞ്ഞിൻ്റെ കാര്യങ്ങൾ ബാധ്യതകൾ അങ്ങനെ മൊത്തത്തിൽ നമ്മൾ ഡൗൺ ആവും, എനിക്കൊരു ജോലിയും നിലവിൽ കിട്ടിയിട്ടില്ല എന്നൊക്കെ ശ്രുതി പറയുന്ന സമയത്ത് ശ്രുതിയുടെ മുഖഭാവം വേഗം മാറാണ്ട്. ശ്രുതി വേഗം പറയുന്നത്, സാധാരണ അച്ഛനാവുമെന്ന് പറയുന്ന സമയത്ത് എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ്, പക്ഷെ ശ്രുതി പറയുന്നത് ഇങ്ങനെയാണ്, ശ്രുതി എന്താ ശ്രുതി ഇങ്ങനെയൊക്കെ പറയുന്ന സമയത്ത്, ശ്രുതി ഞാൻ നമ്മുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ അനുസരിച്ച് പറഞ്ഞാണ്, നമുക്കൊരു കുഞ്ഞും കൂടി ആയിക്കഴിഞ്ഞാൽ ജീവിക്കാനുള്ള ചുറ്റുപാട് ഉണ്ടാവുകയില്ല, എൻ്റെ ജോലിയുടെ കാര്യം എന്നൊക്കെ ശ്രുതി പറയുന്ന സമയത്ത്, ഇതുകൊണ്ടാണ് ഞാൻ നേരത്തെ ശ്രുതിനോട് പറഞ്ഞത് ജോലിക്ക് പോകണം, നല്ല രീതിയിൽ തന്നെ വരുമാനം ഉണ്ടാക്കിയാൽ മാത്രമേ മുന്നോട്ട് ജീവിക്കാൻ പറ്റുകയുള്ളൂ എന്നൊക്കെ. അന്നേരമൊക്കെ ശ്രുതി അത് കുട്ടികളെ ആക്കി എടുത്തില്ല, ഇപ്പോൾ ഒരു കുഞ്ഞുണ്ടാവുന്നു എന്ന് പറഞ്ഞപ്പോഴാണ് ജോലിയുടെ കാര്യം ഓർത്തതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രുതിനെ ഒരുപാട് വഴക്ക് പറയാട്ടെ ശ്രുതി. അതിനുശേഷം ശ്രുതിയോടായിട്ട് ശ്രുതി പറയുന്നത്, എന്തായാലും ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ട് കൺഫേം ചെയ്യാം, ശ്രുതി എന്തായാലും പൊക്കോ, ഒരു ജോലിയുടെ ഇന്റർവ്യൂ ഉണ്ടെന്ന് പറഞ്ഞില്ല, അതിനെന്തായാലും ചെന്ന് ജോയിൻ ചെയ്യാൻ പറയുമ്പോഴത്തേക്കും, അപ്പം നിന്നെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോകണ്ടേന്ന് ശ്രുതി ചോദിക്കുന്നുണ്ട്. എൻ്റെ കൂടെ മീര വന്നോളും, ശ്രുതി എന്തായാലും ജോലിയുടെ കാര്യങ്ങളൊക്കെ തിരക്ക്, ഇത് കൺഫേം ആണെങ്കിൽ തന്നെ നമുക്ക് ജീവിച്ച് മുന്നോട്ട് പോകണ്ടേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രുതിനെ അവിടുന്ന് പറഞ്ഞു വിടുകയാണ് കേട്ടോ. പോകുന്നതിന് മുന്നേ തന്നെ മീരയോടായിട്ട് ശ്രുതി പറയുന്നുണ്ട്, ഇവിടെ നന്നായിട്ട് നോക്കിക്കോളാം, ശ്രദ്ധിച്ച് തന്നെ കൊണ്ടുപോയിക്കോളണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ശ്രുതി പോകുന്നത്. ശ്രുതി പോയതിന് തൊട്ടുപുറകെ തന്നെ മീര പറയുന്നുണ്ട്, ഇവരെന്തായാലും ഇങ്ങനെ സാധാരണ അച്ഛനാവുന്നു എന്ന് പറയുമ്പോൾ എല്ലാവർക്കും സന്തോഷമാവുന്നല്ലേ, എന്നിട്ട് നമുക്ക് ഡോക്ടറെ പോയി കണ്ടിട്ട് വരാമെന്ന് പറയുന്ന സമയത്ത്, ഡോക്ടർ ഒന്നും പോയി കാണേണ്ടതില്ല, എനിക്ക് വിശേഷമൊന്നുമില്ല എന്ന് ശ്രുതി പറയുന്ന സമയത്ത്, ഇനി പാപി നീ എന്ത് പരിഹരി കാണിച്ചത്, ഒരു നിമിഷം ഞാനാണെങ്കിൽ പെട്ടെന്ന് ചിന്തിച്ചു പോയി നിനക്ക് വിശേഷമുണ്ടെന്ന്, നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് ചോദിക്കുന്ന സമയത്ത്, അച്ഛൻ്റെ കാര്യങ്ങളൊക്കെ തന്നെ ചന്ദ്രാനി പറഞ്ഞ സമയത്ത് എനിക്ക് ഇങ്ങനെ ഒരു ഐഡിയ
പോലെയാണ് തോന്നിയത്, അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് എന്നൊക്കെ ശ്രുതി പറയുമ്പോഴത്തേക്കും മീര പറയുന്നുണ്ട്, കള്ളങ്ങളിലേക്ക് കള്ളങ്ങൾ തന്നെയാണ് നീ പോയിക്കൊണ്ടിരിക്കുന്നത്. സൂചി കുത്തുന്ന അടുത്ത് നീ കോടാലിയാണ് കൊട്ട ഇറക്കിയിരിക്കുന്നത്. എന്തായാലും നീ ഗർഭിണിയല്ലാതെ പിന്നീട് ഒരിക്കലും അവരറിയും, എന്നാൽ ഇതിലും വലിയ പ്രശ്നങ്ങളാവുകയില്ലേ എന്നൊക്കെ മീര പറയുന്ന നേരത്ത് അതിന് ഈ നാടകം ഞാൻ ഒരുപാട് നാൾ കൊണ്ടുപോവുകയില്ല, ഇത് ഞാൻ ഇപ്പം തന്നെ അവസാനിക്കും. തൽക്കാലത്തേക്ക് അച്ഛൻ്റെ പ്രശ്നത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. വീട്ടിൽ ചെന്നതിന് ശേഷം വീണ്ടും ശ്രീകാന്തിന്റെ ഭക്ഷണ കാര്യം എടുത്തുന്ന ആ ഒരു സബ്ജക്റ്റിലേക്ക് തന്നെ ആൻറ്റി എത്തിക്കണമെന്നൊക്കെ ശ്രുതി മീരയോടായിട്ട് പറയുകയാണ് കേട്ടോ. ഇതേ സമയം തന്നെ വീട്ടിലാകട്ടെ നമ്മുടെ ചന്ദ്ര വളരെയധികം സന്തോഷത്തോടെ തന്നെ ഇത് ഉറപ്പാണ്, ശ്രുതി ഗർഭിണിയാണ്, അതിൻ്റെതായ എല്ലാ ലക്ഷണങ്ങളും അവക്കുണ്ട് എന്നൊക്കെ പറയുന്ന സമയത്ത് നീ എന്താ ചന്ദ്ര ഡോക്ടറാണ്, അവളെ കണ്ട് ഇത്രയും കാര്യങ്ങളൊക്കെ പറയാനെന്നൊക്കെ പറഞ്ഞുകൊണ്ട് രവി കളിയാക്കുന്നുണ്ട്. കളിയാക്കൊന്നും വേണ്ട, ഞങ്ങൾ പെണ്ണുങ്ങൾക്ക് അറിയാം ഓരോരോ ലക്ഷണങ്ങളൊക്കെ കാണുന്ന സമയത്ത് ഗർഭിണിയാണോ അല്ലയോ മറ്റേ. തീർച്ചയായിട്ടും എൻ്റെ മരുമകൾ ഗർഭിണിയാണ്, ഞാൻ വളരെയധികം സന്തോഷിക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്ന സമയത്ത് പെട്ടെന്ന് രവി ചോദിക്കുന്നുണ്ട്, ഇതെന്താ വല്ല മത്സരമാണോ നീ ഇത്രയധികം സന്തോഷിക്കാനായിട്ട് എന്ന് ചോദിക്കുന്ന സമയത്ത് മത്സരം തന്നെയാണ്. നിങ്ങളുടെ അമ്മ പറഞ്ഞിരുന്നില്ല ആദ്യം ഉണ്ടാവുന്ന കുഞ്ഞിനായിരിക്കും ആധാരം എഴുതി കൊടുക്കാന്ന്. നിങ്ങളുടെ അമ്മയോട് പറഞ്ഞേക്ക് ആധാരം എഴുതിക്കുന്നതിനുള്ള ആൾക്കാരെ കണ്ടുപിടിച്ച് വെച്ചേക്കാനായിട്ട്, വിശേഷങ്ങളൊക്കെ പറയണ്ടേ എന്നൊക്കെ ചന്ദ്ര പറയുന്ന സമയത്ത് എന്തായാലും ഹോസ്പിറ്റലിൽ പോലെ ഇങ്ങോട്ട് വരട്ടെ, എന്നിട്ട് നമുക്ക് തീരുമാനിക്കാമെന്ന് നമ്മുടെ രവിയും പറയുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് തന്നെ ചന്ദ്ര പറയുന്നുണ്ട്, ഹോസ്പിറ്റലിലേക്ക് പോയാൽ ഇതുവരെ കാണുന്നില്ല, കുറേ നേരമായല്ലോ പോയിട്ടെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഇരിപ്പ് ഉറക്കുന്നില്ല. വേഗം തന്നെ പൂജാമുറിയിലേക്ക് ഓടി ചെന്നതിന് ശേഷം തന്റെ സന്തോഷങ്ങളും എല്ലാം തന്നെ ദൈവങ്ങളുടെ മുന്നിൽ തുറന്നു പറയുകയും പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ. ഈ സമയത്താണ് ഭാമ അങ്ങോട്ടേക്ക് കയറി വരുന്നത്. ഭാമ ഒരു സഞ്ചി നിറച്ച് മാങ്ങയുമായിട്ടാണ് വരുന്നത്. രവിയെ കാണുമ്പോൾ തന്നെ കൺഗ്രാജുലേഷൻ രവിയേട്ടാ, രവിയേട്ടൻ ഒരു അച്ഛനാവാൻ പോവുകയാണല്ലേ എന്ന് പറയുന്ന സമയത്ത് ഓഹോ ഇത്രയും വേഗം ചന്ദ്ര ഈ ന്യൂസ് അവിടെ എത്തിച്ചല്ലേ, ഇതുവരെ ഹോസ്പിറ്റലിൽ പോയി വന്നിട്ടില്ല, കൺഫേം പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറയുന്ന സമയത്ത് ചന്ദ്ര അങ്ങോട്ടേക്ക് വന്നിട്ട് പറയുന്നുണ്ട്, ഒന്നുമില്ല ഭാമ, എനിക്ക് ഉറപ്പാണ് അവള് ഗർഭിണിയാണ്, ഒരു പെണ്ണിനെ കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാവുന്നതല്ലേ എന്നൊക്കെ ഇങ്ങനെ ചന്ദ്ര പറയുന്നുണ്ട്. അതേ കാണുമ്പോൾ തന്നെ ഭാമ ഓടി വന്നിട്ട് കെട്ടിപ്പിടിച്ചിട്ട് കൺഗ്രാജുലേഷൻ അച്ഛമ്മ എന്ന് പറയുന്ന സമയത്ത് നീ ഇന്ന് അച്ഛമ്മേനൊന്നും വിളിക്കൊന്നും വേണ്ട, ഞാൻ എൻ്റെ കുഞ്ഞിന്റെ അച്ഛമ്മയല്ലേ, എന്തായാലും അവരിങ്ങോട്ടേക്ക് വരട്ടെ, ഇത്ര വലിയ സഞ്ചിയിൽ കൊണ്ടുവന്നേക്കെന്ന് ചന്ദ്ര ചോദിക്കുന്ന സമയത്ത് വീട്ടിലുണ്ടായിരുന്ന മാവിൽ നിന്ന് അവളുടെ അടുത്തുള്ള പയ്യനെ കൊണ്ട് പറപ്പിച്ച മാങ്ങയാണ്, ഞാനായിട്ട് കൊണ്ടുവന്ന പെൺകുട്ടിയല്ലേ ശ്രുതി, അപ്പൊ അവൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഇത്രയെങ്കിലൊക്കെ ചെയ്യണ്ടേ, എനിക്കെന്തായാലും വളരെയധികം സന്തോഷമായി അവള് ഗർഭിണിയായി അറിഞ്ഞപ്പോൾ എന്നൊക്കെ ഇങ്ങനെ ബാമ പറയുന്നുണ്ട്. അതിനുശേഷം ഈ മാങ്ങ ഒന്ന് കൊണ്ട് അകത്തേക്ക് കൊണ്ട് വെക്കി ചന്ദ്ര എന്നും പറഞ്ഞുകൊണ്ട് കവറ് നമ്മുടെ ചന്ദ്രയുടെ കയ്യിലേക്ക് കൊടുക്കുന്ന സമയത്ത് കവറിന്റെ ഒരു സൈഡ് ഇങ്ങനെ കയ്യിൽ നിന്ന് വിട്ടുപോവാണ്. അപ്പൊ തന്നെ മാങ്ങയൊക്കെ നിലത്ത് ചാടി പോവുകയാണ്. ഈ ഒരു സമയം തന്നെയാണ് ചന്ദ്ര രേവതിയെ വിളിക്കുന്നത് കേട്ടോ. രേവതിന് താഴെ കിടക്കുന്ന മാങ്ങ ശ്രദ്ധിക്കുന്നില്ല, വന്ന ഉടനെ തന്നെ കയറി ചവിട്ടുന്നത് മാങ്ങയിലാണ്. മാങ്ങയിൽ ചവിട്ടി തെന്നി വീഴാൻ പോകുന്ന സമയത്താണ് സച്ചി ഒരു കാഴ്ച കണ്ടുകൊണ്ട് ഓടി വന്ന് രേവതിയെ താങ്ങി പിടിച്ച് നിർത്തുന്നത് കേട്ടോ. അപ്പൊ ഈ താങ്ങി പിടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും രേവതിയും സച്ചിയും പരസ്പരം കണ്ണോട് കണ്ണം നോക്കി ഇങ്ങനെ നിൽക്കുകയാണ്. ഈ ഒരു കാഴ്ച നമ്മുടെ ചന്ദ്രയ്ക്ക് തീരെ പിടിക്കുന്നില്ല. എന്നാൽ ബാമ പറയുന്നുണ്ട്, ഇനി ഒരു കിറ്റ് മാങ്ങയും കൂടി ഞാൻ കൊണ്ടുവരേണ്ടി വരുമോ എന്നൊക്കെ ബാമ പറയുന്നത് രേവതി സച്ചി ഒന്ന് ചമ്മി പോവാണ്ട്. പെട്ടെന്ന് തന്നെ ചന്ദ്ര പറയുന്നുണ്ട്, ഇവരെന്തേ കാണിക്കുന്നത്, ഇവിടെ ആൾക്കാർ നിൽക്കുന്നത് കാണാൻ പാടില്ല എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് അവരെന്താ കാണിച്ചു, അവന്റെ ഭാര്യ വീഴാൻ പോയപ്പോ താങ്ങി പിടിച്ചു, അത്രയേ ഉള്ളൂ എന്ന് രവി പറയുന്നുണ്ട്. മാങ്ങയൊക്കെ ആയിട്ട് വരുന്ന ബാമയെ കണ്ടുകൊണ്ട് തന്നെ സച്ചി ചോദിക്കുന്നു, ഇതെന്താ അച്ഛാ ബാമാന്റെ ഇത്രയധികം മാങ്ങയായിട്ട് വന്നിരിക്കുന്നതെന്ന് ചോദിക്കുന്ന സമയത്ത് ശ്രുതിക്ക് വേണ്ടിയിട്ടാണ്, ഗർഭിണിയായിരിക്കുന്നവർക്ക് മാങ്ങ കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ടെന്ന് ബാമ പറയുകയാണ്. ഓഹോ അതിനിപ്പോൾ അവൾ 3 നേരം മാങ്ങയാണ് കഴിക്കാൻ പോകുന്നത് സച്ചി ചോദിക്കുന്ന സമയത്ത് രേവതി ഒന്ന് ചിരിക്കാൻ കേട്ടോ. അപ്പൊ സച്ചിയുടെ ചോദ്യവും രേവതിയുടെ ചിരിയും ഒന്നും നമ്മുടെ ചന്ദ്രയ്ക്ക് തീരെ പിടിക്കുന്നില്ല. ചന്ദ്ര വേഗം തന്നെ നീ വേഗം പറക്ക് വെച്ചിട്ട് അടുക്കളയിലേക്ക് കൊണ്ടുപോകും, അടുക്കളയിൽ പോയിട്ട് ബാക്കി പണി തീർക്കാനായിട്ട് രേവതിനോട് പറയുന്നുണ്ട്. അങ്ങനെ രേവതി മാങ്ങയൊക്കെ പറക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ശ്രുതിയും അങ്ങോട്ടേക്ക് വരുന്നത് കേട്ടോ. വന്ന ഉടനെ തന്നെ ശ്രുതിനെ പിടിച്ച് തൻ്റെ അടുക്കളയ്ക്ക് ചേർത്തിരിക്കുകയാണ് ചന്ദ്ര. എന്നിട്ട് കാര്യങ്ങളൊക്കെ തിരക്കാണ്. എന്താ ഡോക്ടർ എന്താ പറഞ്ഞ് റെസ്റ്റ് ഒക്കെ എടുക്കാൻ പറഞ്ഞ്, എത്ര നാളത്തേക്ക് റെസ്റ്റ് പറഞ്ഞിരിക്കുന്നതെന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് നീ ഒന്നും മിണ്ടാതിരിക്കുക ചന്ദ്ര, ശ്രുതിനെ പറയാനൊന്ന് അനുവദിക്കുക എന്നൊക്കെ രവി പറയുന്നുണ്ട്. അപ്പൊ ഈ ഒരു സമയത്ത് നമ്മുടെ ശ്രുതി ആകെ സന്തോഷത്തിലാണ് കേട്ടോ. എന്നാൽ നമ്മുടെ ശ്രുതിയുടെ മുഖമാകട്ടെ ആകെ വിഷമത്തിലിരിക്കുകയാണ്. കാര്യം പറഞ്ഞ വിശേഷങ്ങളൊന്നും ഇല്ല എന്ന് ശ്രുതിക്ക് അറിയാം, എന്നിരുന്നാലും നമ്മുടെ ചന്ദ്രയുടെ മുന്നിൽ ചെറിയൊരു ആക്ടിങ് ഒക്കെ വേണ്ടേ, അതിന് വേണ്ടിയിട്ട് വളരെ സങ്കടത്തിലിരിക്കുകയാണ് ശ്രുതി. അപ്പൊ ശ്രുതിയുടെ മുഖഭാവം കാണുമ്പോഴത്തേക്ക് എന്തൊരു പ്രശ്നമുണ്ടെന്ന് നമ്മുടെ രേവതിക്കും സച്ചിക്കൊക്കെ മനസ്സിലാവുകയാണ് കേട്ടോ. ആ ഒരു ഭാഗത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.